നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സാബി അലോൺസോയുടെ ലെവർക്യൂസനെ തീർത്തിരിക്കുന്നു ബയേൺ മ്യൂണിക്ക്. അതും ഒരു ഒന്നൊന്നര തീർക്കലായി പോയി. രണ്ട് പാദങ്ങളിലുമായിട്ട് 5-0 ഒരു വിജയമാണ് ബയേൺ മ്യൂണിക്ക് സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യ പാദം 3-0 വിജയിച്ചു. രണ്ടാം പാദത്തിൽ ലെവർക്യൂസൻ്റെ മൈതാനത്ത് പോയി 2-0 വിജയം. ഇന്നലെ നടന്ന കളിയിൽ ഹാരി കെയ്നും ഡേവിസുമാണ് ബയേൺ മ്യൂണിക്കിനായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. കളിയുടെ 52-ാമത്തെ മിനിറ്റിൽ ഹാരി കെയ്ൻ്റെ ഗോൾ പിറക്കുന്നു. 71-ാമത്തെ മിനിറ്റിൽ ഡേവിസും ഗോളടിക്കുന്നു. ഹാരി കെയ്ൻ ഗോളടിച്ച് മികവ് കാട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ UCL സീസണിൽ 10 ഗോളുകൾ നേടുന്ന ഇംഗ്ലീഷ് താരമെന്ന റെക്കോർഡിലേക്ക് കൂടി അദ്ദേഹം കടന്നുപോയിരിക്കുന്നു. ബയർ ലെവർക്യൂസൻ്റെ കാര്യമാണ് ഇപ്പോൾ കഷ്ടം. അവരെ ബയേൺ എടുത്തിട്ട് അലക്കിയിരിക്കുന്നു. ലെവർക്യൂസൻ ഇപ്പോൾ ബൂണ്ടസ് ലീഗ ടൈറ്റിൽ റേസിൽ 8 പോയിൻ്റ് പുറകിലാണ് ബയേൺ മ്യൂണിക്കിനേക്കാൾ. എന്ന് മാത്രമല്ല UCLൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്താതെ അവർ നോക്കൗട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ബയേൺ മ്യൂണിക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ 3 കളികളായിട്ട് ബയർ ലെവർക്യൂസൻ ഗോളുകളൊന്നും അടിച്ചിട്ടില്ല. യെസ്, ഈ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആദ്യപാദ മത്സരം 3-0 വിജയിച്ചു. ലെവർക്യൂസന് ഗോളില്ല. പിന്നെ ബൂണ്ടസ് ലീഗയിലെ കളി അവർ ബ്രമനോട് 2-0 തോറ്റു. ലെവർക്യൂസന് ഗോളില്ല. ഇതാ വീണ്ടും ബയേൺ മ്യൂണിക്കിനോട് UCL 2-0 തോറ്റിരിക്കുന്നു. ലെവർക്യൂസന് ഗോളില്ല. 2019 ശേഷം ആദ്യമായിട്ടാണ് തുടർച്ചയായ 3 കളികളിൽ ബയർ ലെവർക്യൂസൻ ഗോളടിക്കാതിരിക്കുന്നത്. അവർ പുറത്തേക്ക് പോകുന്നു. ആ 3 കളികൾ ഗോളടിക്കാതെ പോയതിൽ 2 UCL റൗണ്ട് ഓഫ് 16 മത്സരങ്ങളായിപ്പോയി. അതാണ് അവർക്ക് തിരിച്ചടിയായത്. സാബി അലോൺസോയുടെ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ പ്രയാണം ഇവിടെ തീരുന്നു. ബയേൺ മ്യൂണിക്ക് കുതിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.